എല്ലാ പ്രേക്ഷകർക്കും അസ്ട്രോഫോറിയ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ ഹൃദയത്തിൽ സത്യത്തിൽ നിങ്ങളുണ്ടോ എന്നുള്ളതാണ്. നിങ്ങൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ട കാര്യം ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള പ്രത്യേക റീഡിംഗ് ആണ്. നിങ്ങൾക്ക് വേണ്ടി തന്നെ തിരഞ്ഞെടുത്ത ഒരു റീഡിംഗ് ആണ്. ഈ റീഡിംഗ് ഈ വീഡിയോ കാണുന്ന ഓരോരുത്തർക്കും വേണ്ടി ഉള്ളൊരു റീഡിംഗ് ആണ്. നിങ്ങൾക്കെല്ലാവർക്കും ഈ റീഡിംഗ് ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ടാരോട്ട് കാർഡ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും റെസനേറ്റ് ആകണമെന്നില്ല, റെസനേറ്റ് ആകുന്നവർ എടുക്കുക. പക്ഷേ ഇത് ടൈംലെസ് വീഡിയോ ആണ്. നിങ്ങൾ ജീവിതത്തിൽ എന്ന് ഇത് കണ്ടാലും നിങ്ങൾക്കിത് ബാധകമായിരിക്കും. സത്യത്തിൽ ആ വ്യക്തിയുടെ ഹൃദയത്തിൽ നിങ്ങളുണ്ടോ എന്നുള്ളതാണ്. നമുക്ക് ഓരോ കാർഡിലേക്ക് പോകാം. ആദ്യത്തെ കാർഡ് സ്റ്റാർ എന്ന് പറയുന്ന കാർഡാണ്. ആദ്യത്തെ കാർഡ് സ്റ്റാറാണ്. പ്രതീക്ഷ. നിങ്ങൾ പ്രതീക്ഷിക്കുകയാണ് ആ വ്യക്തി ഒന്ന് സ്നേഹിച്ചിരുന്നെങ്കിൽ, ആ വ്യക്തി ഒന്ന് അടുത്തിരുന്നെങ്കിൽ, നിങ്ങളെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ മനസ്സുരുകി പ്രതീക്ഷിക്കുകയാണ്. നിങ്ങളുടെ പ്രതീക്ഷ കൃത്യമായിട്ട് ഇവിടെ കാണാവുന്നതാണ്. അതുതന്നെയാണ് ഈ കാർഡിൽ ആദ്യം കാണുന്നതും. പിന്നെ കാണുന്നത് ആ വ്യക്തിയുടെ മനസ്സിൽ നിർമ്മലതയാണ്. ഈ സ്റ്റാർ എന്ന കാർഡ് ആദ്യം നൽകുന്ന പ്രതീകവും നിർമ്മലതയാണ്. അതായത് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതനുസരിച്ച് ആ വ്യക്തിയുടെ മനസ്സ് നിങ്ങൾക്ക് അനുകൂലമായി മാറും എന്നുള്ളതാണ്. അത് തീർച്ചയായിട്ടും നമുക്കിവിടെ ദർശിക്കാവുന്നതാണ്, കാണാവുന്നതാണ്. അതായത് നിങ്ങൾക്ക് പുറമേ നിന്നും പ്രതീക്ഷ അറ്റുപോയെങ്കിലും ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങളെക്കുറിച്ചൊരു നിർമ്മലത ഉണ്ട്, അല്ലെങ്കിൽ ഒരു സോഫ്റ്റ് കോർണർ സമീപനം ഇപ്പോഴും ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് പൂർണ്ണമായും വിശ്വസിക്കാൻ കഴിയും. ഇത് നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള റീഡിംഗ് ആണ്. ഒരു സോഫ്റ്റ് കോർണർ സമീപനം നിങ്ങൾക്ക് അതിൽ ലഭിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകാം. ഈ കാർഡ് നൽകുന്ന സ്റ്റാർ എന്ന് പറയുന്ന കാർഡ് നിങ്ങളുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് നൽകുന്ന ഈ സിറ്റുവേഷനിൽ ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളോടുള്ള സ്നേഹമുണ്ടോ എന്നുള്ള ചോദ്യത്തിന് നിങ്ങൾക്ക് വേണ്ടി ഈ കാർഡ് ഉത്തരം നൽകുന്നത് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം, ആത്മവിശ്വാസത്തോടെ പോകാമെന്ന് തന്നെയാണ്. നിങ്ങൾക്ക് ഒരുപക്ഷെ പ്രത്യക്ഷമായത് ആ വ്യക്തിയുടെ പെരുമാറ്റത്തിൽ നിന്നോ മറ്റോ വാക്കുകളിൽ നിന്നോ കാണാൻ കഴിയുന്നില്ല. അതിൽ നിങ്ങൾ ദുഃഖിതയാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരു പ്രതീകമായി ഒരു നിർമ്മലത നമുക്കവിടെ കാണാൻ കഴിയുന്നത്. നിങ്ങൾക്ക് ശാന്തതയ്ക്കും സമാധാനത്തിനുമുള്ള വഴി തുറക്കുകയാണ്. ഒരുപക്ഷെ ഇതുവരെ നിങ്ങളുടെ മനസ്സിൽ ആ ശാന്തതയും ആ സമാധാനവും ഉണ്ടായിട്ടില്ലായിരിക്കാം. പക്ഷെ അത് നിങ്ങളിലേക്ക് എത്തപ്പെടുകയാണ്, നിങ്ങളിലേക്ക് വരികയാണ്. വളരെ പോസിറ്റീവ് എനർജിയോട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും. ആ ശാന്തതയെ നിങ്ങൾ പിന്തുടരാൻ പോവുകയാണ്. ആ ശാന്തത നിങ്ങളിലേക്ക് എത്തുകയാണ്. അതിലൂടെ നിങ്ങൾക്ക് ആത്മസംതൃപ്തിയും ലഭിക്കും. ഒരു സ്ത്രീ ജലമൊഴിക്കുന്ന ചിത്രം നിങ്ങൾ കാണുന്നു. ഇത് പുതിയതായി തകരപ്പെട്ട അല്ലെങ്കിൽ മുൻപേ തകർന്നു പോയ ഒരു പ്രണയത്തെ പുനരുജ്ജീവിപ്പിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. തകർന്നുപോയ ഒരു ബന്ധം പുനരുജ്ജീവിക്കപ്പെടുന്നതായിട്ടുള്ളൊരു പ്രതീകമാണ് ആദ്യത്തെ കാർഡിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അടുത്തതായിട്ട് രണ്ടാമത്തെ കാർഡിലേക്ക് പോകാം. ഇവിടെ നാം കാണുന്നത് മൂൺ അല്ലെങ്കിൽ ദി മൂൺ എന്ന് പറയുന്ന ഒരു കാർഡാണ്. ഈ കാർഡ് നിങ്ങളുടെ ഒരു യാത്രയിൽ നിങ്ങൾക്ക് സമ്മാനിക്കുന്നത് വലിയ തരത്തിലുള്ള ഒരു സന്ദേശം തന്നെയാണ്. മറഞ്ഞിരിക്കുന്ന പൂക്കൾ നിങ്ങൾ കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഭദ്രതയെ അത് സൂചിപ്പിക്കുന്നു. നിങ്ങൾ മനസ്സിൽ ദുഃഖത്തോടെ മുന്നോട്ട് പോകുമ്പോഴും മനസ്സിൽ നിങ്ങൾക്ക് ദുഃഖമുണ്ടാകുകയും മറഞ്ഞിരിക്കുന്ന പൂക്കൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ നന്മ നൽകും. നിങ്ങളൊരു കാര്യത്തെക്കുറിച്ച് ഇപ്പോൾ സ്വപ്നം കാണുന്നുണ്ട്. അതിൽ പ്രത്യക്ഷമായി അത് നടക്കാനുള്ള സാധ്യത നിങ്ങൾ കാണുന്നില്ല. നിങ്ങളെന്നല്ല, ആരും കാണുന്നില്ല. പക്ഷേ ദി മൂണാണ്. മറഞ്ഞിരിക്കുന്ന ഒരു വസന്തം, മറഞ്ഞിരിക്കുന്ന ഒരു നല്ല കാര്യം, നിങ്ങളിൽ നിന്ന് ഇപ്പോൾ നിങ്ങളിതുവരെ അറിയാത്ത ഒരു നന്മ നിങ്ങളിലേക്കുണ്ടാകുന്നു. കൃത്യമായൊരു അവബോധം ആ വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ച് പോസിറ്റീവായിട്ടുണ്ട്. അതായത് നിങ്ങൾ കരുതുന്നത് പോലെ അല്ലെങ്കിൽ നിങ്ങൾ കരുതുന്നത് പോലെ ആ വ്യക്തി മോശമായിട്ടല്ല നിങ്ങളോട് കാണുന്നത്, നിങ്ങളോട് പെരുമാറുന്നത്. നിങ്ങളെക്കുറിച്ച് നല്ല രീതിയിലുള്ളൊരു ചിന്ത, വളരെ പോസിറ്റീവായിട്ടുള്ള, നിങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്ന രീതിയിലുള്ളൊരു ചിന്ത ആ വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ചുണ്ട് എന്നുള്ളതാണ് ഇതിൽ നിന്ന് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. ഭൂതകാല ഭയം നിങ്ങളെ പിന്തുടരുന്നുണ്ട്.
നിങ്ങൾക്ക് കിട്ടിയ അനുഭവങ്ങളെല്ലാം നിങ്ങളെ ദുഃഖിപ്പിക്കുന്നതാണ്, നിങ്ങളെ ഭയപ്പെടുത്തുന്നതാണ്. നിങ്ങളുടെ ഓർമ്മകളും സ്വപ്നങ്ങളും മരവിച്ചു പോയിരിക്കുന്നു. കാരണം ഒന്നും നിങ്ങൾക്ക് പ്രത്യാശ നൽകുന്നില്ല. കഴിഞ്ഞുപോയ അനുഭവങ്ങൾ, പ്രത്യേകിച്ച് തൊട്ടടുത്തുള്ള അനുഭവങ്ങൾ നിങ്ങൾക്ക് മോശമായിട്ടുള്ളതാണ്. അതിൽ ഒരു സന്തോഷവും നിങ്ങൾക്ക് വരുന്നില്ല. നിങ്ങളുടെ ജീവിതത്തിൽ പോസിറ്റീവായിട്ടുള്ള ഒരു സന്തോഷവും നിങ്ങൾക്കതിൽ നിന്ന് ലഭിക്കുന്നില്ല. ആ പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് വരുന്നില്ല. ഏതായാലും അതിശക്തമായ ഒരു തിരിച്ചുവരവ് നിങ്ങൾ നടത്തുകയാണ്. ആ വ്യക്തിയുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് നിങ്ങൾക്ക് എത്താനും അതിലൂടെ നിങ്ങൾക്ക് വിജയിക്കാനും ഒക്കെ കഴിയുന്ന അതിശക്തമായൊരു തിരിച്ചുവരവ് ഇതിലുണ്ട്. അത് പോസിറ്റീവാണ്. ആ വ്യക്തിയുടെ മനസ്സിലേക്ക് നിങ്ങൾക്ക് തിരിച്ചു വരാൻ കഴിയുന്നു. നിങ്ങളുടെ ശത്രുക്കൾ ആ വ്യക്തിയുടെ മനസ്സിൽ നിന്ന് നിങ്ങളെ ആട്ടിപ്പായിക്കാൻ ശ്രമിക്കുമ്പോൾ അതല്ല സംഭവിക്കാൻ പോകുന്നത്. നിങ്ങൾ തിരിച്ചു വരികയാണ് എന്നുള്ള സന്ദേശമാണ് ഇവിടെ വരുന്നത്. ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക്, പ്രകാശത്തിലേക്ക്, പ്രതീക്ഷയിലേക്ക് നിങ്ങൾക്ക് എത്താൻ കഴിയുന്നു എന്നുള്ളതാണ് ഈ റീഡിങ് പറയുന്നത്. ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾ ഇപ്പോഴും ഉണ്ട്. ശത്രുക്കൾ വിചാരിക്കുന്നത് പോലെ തകർന്നിട്ടില്ല, തരിപ്പണമായിട്ടില്ല, ഇനി അങ്ങോട്ട് തകരുകയുമില്ല. ഇനി കൂടുതൽ നല്ല രീതിയിൽ പോസിറ്റീവായിട്ടാണ് മുന്നോട്ട് പോകാൻ പോകുന്നത്. സൂര്യൻ എന്ന ഒരു കാർഡാണ് നിങ്ങൾ കാണുന്നത്. ദി സൺ. ആ വ്യക്തി നിങ്ങളെ സംശയിച്ചിരുന്നു. ആ വ്യക്തിക്ക് നിങ്ങളോട് എതിർപ്പുണ്ടായിരുന്നു. ആ എതിർപ്പും സംശയവും വിയോജിപ്പും എങ്ങനെ ഉണ്ടായെന്ന് ചോദിച്ചാൽ ചിലർ അതിന് തടസ്സപ്പെടുത്തി. അതായത് നിങ്ങളെ ആ വ്യക്തി നന്നായിട്ട് ഇഷ്ടപ്പെടുന്നത്, നിങ്ങളിലേക്ക് കടന്നു വരുന്നത്, സുതാര്യമാകുന്നത് ചിലർ തടസ്സപ്പെടുത്തി. ചിലർ ഇരുട്ടിനെ സൃഷ്ടിച്ചു. അതൊരു പക്ഷേ വ്യാജകഥകളും വ്യാജമായ കാര്യങ്ങളും നിങ്ങളെക്കുറിച്ച് ആ വ്യക്തിയിൽ പറഞ്ഞുണ്ടാക്കുകയോ കിംവദന്തികൾ ഉണ്ടാക്കുകയോ വ്യാജമായ അപവാദങ്ങൾ പറഞ്ഞു വരുത്തുകയൊക്കെ ചെയ്തിട്ടുണ്ടാകാം. അങ്ങനെ ആ വ്യക്തിയുടെ കണ്ണുകളിൽ ഇരുട്ട് കയറി. പക്ഷേ ഇപ്പോൾ ആ വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ച് സുതാര്യമായ ഒരറിവ് ലഭിക്കുന്നു. എന്താണ് സത്യം നടന്നതെന്ന് ആ വ്യക്തി മനസ്സിലാക്കുകയും ആ വ്യക്തി ഊർജത്തോടെ നിങ്ങളിലേക്ക് തിരിച്ചു വരികയും ചെയ്യുന്നു. സൂര്യൻ വെളിച്ചം നൽകുമ്പോൾ മറ്റാർക്കും അത് മറക്കാൻ കഴിയില്ല എന്ന് പറയുന്നത് പോലെ കാര്യങ്ങൾ പോസിറ്റീവായി ഭവിക്കുകയാണ്. സന്തോഷം, വിജയം ഒക്കെ, പ്രതീക്ഷ, ഇതൊക്കെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. ഇതുതന്നെയാണ് ഈ റീഡിങ്ങിൽ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നത്. സൃഷ്ടിയും പുനർജന്മവും ആകുകയാണ്. അതായത് സൂര്യൻ്റെ പശ്ചാത്തലത്തിൽ കുതിരയെ കാണുന്നു. അതായത് സൃഷ്ടിയും വിജയവും ഊർജവും ഉണ്ടാകുന്നു. വേഗതയിൽ വിജയം കൈവരിക്കാൻ സാധിക്കുന്നു. അതായത് ഒരു പുനഃസംഗമം ഉണ്ടാകുന്നു. തീർച്ചയായിട്ടും വെളിച്ചത്തിലൊരു പുനഃസംഗമം ഉണ്ടാകുന്നു. അതായത് എല്ലാവരും നോക്കി നിൽക്കാതെ അവകാശപ്പെട്ട ഒരു ബന്ധം ദൃഢമാകുന്നു. നേർ വഴിയിൽ, വളഞ്ഞ വഴിയിൽ ഈ ബന്ധത്തെ തടയാൻ ശ്രമിച്ചവർക്ക് എതിരെ നിങ്ങൾക്ക് വിജയം ഉണ്ടാകുന്നു. വിജയവും ഊർജവും നിങ്ങളുടെ ഏറ്റവും സുതാര്യമായ ജീവിതവും ഇവിടെ കാണാം. അതായത് ആ വ്യക്തിയുടെ ഹൃദയത്തിലേക്ക് ശത്രുക്കൾ നിങ്ങളെ തടഞ്ഞപ്പോൾ, ഇരുട്ട് നിറഞ്ഞപ്പോൾ അവിടെ വെളിച്ചം വരുന്നു, സുതാര്യമാകുന്നു, നിങ്ങൾ വിജയിക്കുന്നു. നിങ്ങളും ആ വ്യക്തിയും അടുക്കുന്നു. എല്ലാ തെറ്റിദ്ധാരണകളും മാറുന്നു. നിങ്ങളുടെ സത്യം വിജയിക്കുന്നു, അല്ലെങ്കിൽ വിജയിക്കാൻ പോകുന്നു. ഇന്നത്തെ റീഡിങ് നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നതുകൊണ്ട് ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.